നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ത്രിവിധ ഉപായം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വിമാനസ്ഥാനം 8ാമത്തെ ചാപ്റ്ററിൽ 3 essay പോർഷനാണ് നമുക്ക് മെയിൻലി കവർ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് എസ്സേയിൽ വരുന്ന കാര്യമാണ് ത്രിവിധ ഉപായം. ഓക്കെ, അപ്പൊ ഇതേ സാധനം തന്നെ 5 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 മാർക്കിന്റെ വെയിറ്റേജ് കൊടുത്ത് തന്നെ പഠിക്കുക. സോ ദാറ്റ് 5 വന്നാലും 3 വന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്തെടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ത്രിവിധ ഉപായങ്ങൾ വരുമ്പോൾ എങ്ങനെയാ, 3 മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ്. ഇനി സെയിം സാധനം 5 മാർക്കിന് ഇങ്ങനെ തന്നെ ചോദിക്കാം. അതല്ല 3 മാർക്കിനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. ആ ത്രിവിധ ഉപായങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ത്രിവിധ ഉപായങ്ങൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ, അധ്യയനം, അധ്യാപനം, തദ്വിദ്യ സംഭാഷ, ചൈതി ഉപായം. ഓക്കെ, അപ്പൊ 3 എണ്ണമാണ് ഇവിടെ ഉപായങ്ങളായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ദ സോഴ്സ് ഒബ്റ്റെയിനിങ് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് നോളജ് പറയുന്നത് 3 കാര്യങ്ങളാണ്. അധ്യയനം എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി. അധ്യാപനം, ടീച്ചിങ്. ദെൻ തദ്വിദ്യ സംഭാഷ, പാർട്ടിസിപ്പേഷൻ ഇൻ ഡിബേറ്റ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ പാർട്ടിസിപ്പേഷൻ ഡിബേറ്റ്സ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ ഉടനെ നമ്മൾ എന്താ പറയുക, മറ്റേ ഡിബേറ്റിൽ പോയി തർക്കിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അസ്യൂം ചെയ്യരുത്. നമ്മളിപ്പോൾ ഡൗട്ട് വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു, ടീച്ചേഴ്സിനോട് ചോദിക്കുന്നു, സീനിയേഴ്സിനോട് ചോദിക്കുന്നുണ്ട്, നമ്മളെ ഡൗട്ട് ക്ലിയർ ചെയ്യും. അപ്പോൾ അതൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ ആ ഒരു ഫ്രണ്ട്ലി അപ്രോച്ചും അതേപോലെ തന്നെ ഡിബേറ്റിൽ വരുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു, കൗണ്ടർ പോയിന്റ്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ നമ്മൾ ഒപ്പോണന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കൗണ്ടർ പോയിന്റ്സ് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ 2 കാറ്റഗറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ചും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ ഒരു ഡിബേറ്റ്സ് എന്നുള്ള രീതിയിൽ തന്നെ വരുന്ന കാര്യങ്ങളും 2 നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് അധ്യയനത്തിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് അധ്യയനത്തിൽ പറയണേ? അധ്യയനം എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി. നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഫസ്റ്റ് പറയുന്നത് എന്താ, കല്യഹ എന്ന് പറഞ്ഞാൽ എന്താ, ഡിസിപ്പിൾ ഷുഡ് ബി ഹെൽത്തി. ഓക്കെ, നമ്മൾ ഡിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, പഠിക്കുന്ന ആള് അല്ലെങ്കിൽ അയാൾ എന്തായിരിക്കണം, വളരെ ഹെൽത്തി ആയിരിക്കണം. ഇപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പഠിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ക്ഷീണിച്ച് തളർന്നൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റൂ? ഇല്ല, നമ്മൾ പഠിക്കണ തൊട്ട് തലേ കയറത്തൂല എന്ന് പറഞ്ഞ പോലെയുള്ള ഡിസിപ്പിൾ എന്തായിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. കൃതക്ഷണം, സോൾലി ഡിവോട്ടഡ് സ്റ്റഡി. നമുക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിരുന്ന് പഠിച്ചാൽ മാത്രമല്ലേ കാര്യമുള്ളൂ, വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്ന് പഠിച്ചാൽ നടക്കൂ? ഇല്ല. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. പ്രാതരുത്ഥായോ ഉപവ്യൂഷം, വീക്ക് ഏർലി ഇൻ ദ മോർണിംഗ്. രാവിലെയൊക്കെ എണ്ണീറ്റിരുന്ന് പഠിക്കണത് നല്ലതാണെന്നുള്ളത് പണ്ടുകാലം തൊട്ടേ ആചാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയണെന്താ, ദേവ ഋഷി ഗോ ബ്രാഹ്മണ ഗുരുവൃദ്ധ നമസ്കൃത്യം. ദേവ ഋഷി ഗോ ബ്രാഹ്മണ ഗുരുവൃദ്ധ നമസ്കൃത്യം എന്ന് പറഞ്ഞേക്കുന്നത്. പെർഫോം ഒബ്ലേഷൻ ആൻഡ് ഓഫർ പ്രെയർ. അപ്പൊ നമ്മൾ എന്താ, രാവിലെ എണ്ണീറ്റ് എന്തിരിക്കണം, ഹെൽത്തി ആയിട്ട് നമ്മൾ രാവിലെ എണ്ണീറ്റ് നമ്മൾ ദേവന്മാരെയും അതേപോലെ നമ്മുടെ എൽഡേഴ്സിനെയൊക്കെ നമ്മൾ ബ്ലസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് ബ്ലെസ്സിങ് ഒക്കെ വാങ്ങി നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം പഠിക്കാൻ ഇരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സമശുചൗ ദേശീയ സുഖോപവിഷ്ടം. നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട്, നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ പഠിക്കുക. അതേപോലെ തന്നെ ക്ലീൻ പ്ലേസ് ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ എന്താ, നമ്മളിപ്പോൾ ബുക്കൊക്കെ പ്രോപ്പറായിട്ട് അടുക്കി വെക്കാണ്ട് ഫുൾ കച്ചറയൊക്കെ ആയിട്ട് കൂടെ കിടക്കുകയാണെങ്കിൽ എന്ത് പറ്റും, നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ ഇരിക്കുമായിരിക്കും. പക്ഷെ എന്താ, നമുക്കൊരു സമാധാനം അല്ലെങ്കിൽ ഒരു പീസ് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വളരെ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങൾ എന്തൊക്കെയാണ് അവിടെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞ എന്താ, സൂത്രം അനുക്രാമൻ പുനഃ പുനഃ ആവർത്തേത്. ഇതിപ്പോ നമ്മൾ ആക്ച്വലി പരീക്ഷയൊക്കെ സമയത്തൊക്കെ ഇരുന്ന് പഠിക്കണൊക്കെ വരുന്നതിനാ പറയണത്. എന്താ, നമ്മളിപ്പോൾ ഒരു സാധനം പഠിക്കെടുക്കുക, അപ്പൊ നമ്മൾ കിട്ടണില്ല, അപ്പൊ നമ്മൾ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും, ശരിയല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദെൻ റിസൈറ്റ് സൂത്രാസ് വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ ആൻഡ് റിപ്പീറ്റ് this practice in noon, in afternoon and at night without any break. ഓക്കെ, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ നമ്മൾ ശ്ലോകങ്ങളൊക്കെ പഠിക്കില്ല. അപ്പൊ നമുക്ക് ആക്ച്വലി സംസ്കൃത ശ്ലോകങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമുക്കത് എത്രത്തോളം അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, നമുക്കത് ഫ്ലുവൻ്റ് ആയിരിക്കില്ല. നമ്മൾ പിന്നെ വായിച്ച് അതിന്റെ മീനിങ് ഒക്കെ മനസ്സിലാക്കി ഒരു 2-3 തവണയൊക്കെ വായിക്കുമ്പോഴായിരിക്കും നമുക്കത് കാര്യം മനസ്സിലാക്കുന്നത്. പിന്നെ അത് ശ്ലോകം ബൈഹാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒരു 3-4 തവണയും കൂടെ നമ്മൾ പഠിക്കും, ശരിയല്ലേ? അപ്പൊ എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൂ, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന സൂത്രങ്ങളെല്ലാം തന്നെ ഫുൾ കോൺസെൻട്രേഷനോടെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അത് ഉച്ചയ്ക്കും പഠിക്കുക, ഉച്ചയ്ക്ക് ശേഷവും പഠിക്കുക, രാത്രി വരെ ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അധ്യയനം പഠിക്കേണ്ട രീതികളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അധ്യാപനത്തെ പറ്റി, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ളതാ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സാ, പ്രശാന്തം, ഷുഡ് ബി കാം, ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു ടീച്ചർ വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വളരെ കാമായിട്ട് വേണം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ. വളരെ ദേഷ്യപ്പെട്ടൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു കാര്യമായിരിക്കും, അപ്പൊ അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ചിലപ്പോൾ അവർ ഒന്നുകൂടെ ചോദിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ, നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് കൃത്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ പിന്നെ ചോദിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. നമ്മൾ വളരെ മയത്തിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. ആര്യപ്രകൃതി, കുറച്ചുകൂടി നോബിൾ നേച്ചർ ആയിരിക്കണം.
അക്ഷുദ്രകർമ്മണ നോട്ട് ഇൻഡൾജ് ഇൻ മീൻ ആക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് ഒരു രീതിയിലും കുട്ടികളെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആവരുത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡി ഷെയ്മിങ് അതൊന്നും ആക്ച്വലി നല്ലതല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് അവിടെ ഉദ്ദേശിക്കുന്നത്. തനു രക്തവിശദ ജിഹു അത് കുറച്ചും കൂടെ ഒരാളുടെ ഫീച്ചറായിട്ടാണ് പറയുന്നത്, കുറച്ചും കൂടെ ഒരു ക്ലിയർ ടങ് ആയിരിക്കണം എന്നുള്ളതൊക്കെ. ഓക്കെ, പിന്നെ പറഞ്ഞ എന്താ അവികൃത ദന്ത ഓഷ്ടം. ഓക്കെ, അവികൃത ദന്ത ഓഷ്ടം, നോ അബ്നോർമാലിറ്റി ഇൻ ടീത്ത് ആൻഡ് ലിപ്സ്. അപ്പൊ അത് കുറച്ചും കൂടെ ഒക്കെ നമുക്കിപ്പം വിക്കുള്ള ഒരാള് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ആ ഒരു രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി. അനഹങ്കൃതം, ടീച്ചർ ആണെങ്കിൽ പോലും എന്ത് ചെയ്യുക, അഹങ്കാരം കാണിച്ച് നടന്നിട്ട് കാര്യമില്ലല്ലോ. പഠിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വളരെ നല്ല മയത്തിൽ പിള്ളേരോടൊക്കെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. എനിക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ അത് പിള്ളേരായിക്കോട്ടെ ടീച്ചർ ആയിക്കോട്ടെ അങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. മേധാവിനം എന്ന് പറഞ്ഞാൽ എന്താ, ഇന്റലിജന്റ്, കുറച്ചും കൂടെ നമ്മൾ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരാളായിരിക്കണം. നമ്മളിപ്പോൾ ഒരു തവണ പഠിച്ചു എന്ന് നമ്മൾ അതിനോടല്ല. ടീച്ചേഴ്സൊക്കെ എന്ന് വെച്ചാൽ എന്താ, എപ്പോഴും നമ്മൾ പിള്ളേർക്ക് നോളജ് പകർന്നു എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിരിക്കണം. എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷ് അപ്പ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം. വിത്ത് അർക്കസ്മൃതി സമ്പന്നം ഉദാരസത്വം, എൻജോയ്ഡ് വിത്ത് റീസൺ ആൻഡ് മെമ്മറി, നല്ല രീതിയിലുള്ള മെമ്മറിയും കാര്യങ്ങളെല്ലാം ഉള്ളവരായിരിക്കണം. ശീല ശൗച ആചാര അനുരാഗ ദാക്ഷ്യം. ഓക്കെ, ശീല ശൗച ആചാര അനുരാഗ ദാക്ഷ്യം, എൻജോയ്ഡ് വിത്ത് മോഡസ്റ്റി പ്യൂരിറ്റി ഗുഡ് കണ്ടക്ട് അഫെക്ഷൻ ഡെക്സ്റ്ററിറ്റി സിൻസിയറിറ്റി, അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടി കൂടെ പറയുന്നുണ്ട്. അധ്യയന അഭികാമ അർത്ഥവിജ്ഞാന കർമ്മദർശനം, കുറച്ചും കൂടെ നോളജ്ഫുൾ ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന തിയറി എല്ലാം പ്രാക്ടിക്കലി നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടീച്ചർ ആയിരിക്കണം. ശരിയല്ലേ, തിയറി മാത്രം നമുക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല, അത് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്തവരായിരിക്കണം അവർ. എങ്കിൽ മാത്രമല്ല അവർക്ക് നമുക്ക് എങ്ങനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു തരാനും പറ്റും. ഓക്കെ, സർവഭൂത ഹിതേഷണം കമ്പാഷനേറ്റ് ടു ഓൾ ക്രിയേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളോടെല്ലാം വളരെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം എന്നുള്ള രീതിയിൽ എടുക്കാം നമുക്ക്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് പറയണത് എന്താ, ദ പ്രിസെപ്റ്റർ പ്ലാനിങ് ടു teach should consider himself as a disciple, so the qualities of the disciple is said above. ഓക്കെ, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ശരിക്കും ഓക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങുമ്പം ആ ടീച്ചറിനെ തന്നെ സ്വയം ഒരു കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യണം. എങ്കിലേ കുട്ടികളുടെ മനസ്സ് എങ്ങനെയാണെന്നും അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ, എന്നിട്ട് വേണം നമ്മൾ പഠിപ്പിച്ചു തുടങ്ങാൻ എന്നുള്ളത് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊസീജിയർ ഓഫ് ടീച്ചിങ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആക്ച്വലി ഇവിടെ കുറച്ചും കൂടെ നമ്മൾ എന്താ പണ്ട് ഗുരുകുല സമ്പ്രദായമൊക്കെ ആയിരുന്നു അല്ലെ, അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാലും നമുക്ക് നോക്കാം. ഇനി ഫേവറബിൾ മുഹൂർത്തം ഇൻ ആൻ ഓസ്പീഷ്യസ് ക്ഷണ നക്ഷത്ര. ഓക്കെ, അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ആക്ച്വലി നമ്മൾ അങ്ങനെ അല്ലല്ലോ, നമ്മൾ സ്കൂളിൽ പോയൊക്കെ പഠിക്കുന്നത് അല്ലെങ്കിൽ കോളേജിൽ പോയാൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ കുറച്ചും കൂടെ എന്താ, ഇപ്പൊ സ്കൂൾ ടൈം ഒക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഇങ്ങനെ ജൂൺ മാസമൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ സ്കൂളുകളൊക്കെ തുറക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ അതിനെ കൺസിഡർ ചെയ്താൽ മതി. ദെൻ എന്താ, മുണ്ട ഹെയർ ഷേവ്ഡ് ആയിരിക്കണം, തല മുണ്ടനമൊക്കെ ചെയ്ത്. കൃതോപവാസം, നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണമൊക്കെ ഇല്ലാണ്ട് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്തിട്ട് എന്നുള്ളത് ഉദ്ദേശിക്കണം. സ്നാദം, കുളിച്ച് വൃത്തിയായിട്ട്. കാഷായ വസ്ത്ര സംവിധം, കുറച്ചും കൂടെ നമ്മൾ എന്താ ഡിവോട്ടഡ് ആയിട്ടുള്ള ഡ്രസ്സുകളെല്ലാം ധരിച്ച്, അത് കുറച്ചും കൂടെ ആകുമ്പോൾ ഗുരുകുല സമ്പ്രദായം ആ ഒരു രീതിയിലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓഫർ ഒബ്ലേഷൻ ടു ദി ഫിസിഷ്യൻ, നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യണം, ഒബ്ലേഷൻ കൊടുക്കുക, നമ്മൾ റെസ്പെക്ട് ചെയ്യുക, ബ്ലെസ്സിങ് മേടിക്കുക ഫിസിഷ്യന്റെ കയ്യിൽ നിന്നും. ദെൻ ഫിസിഷ്യൻ ഷുഡ് കൺസ്ട്രക്ട് സ്തണ്ടിലം ഇൻ ആൻ ഈവൺ ആൻഡ് പ്യൂർ പ്ലേസ്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം, നമ്മളെ പഠിപ്പിക്കാനിരിക്കുന്ന സ്ഥലത്തിന് സ്ഥണ്ടിലം എന്ന് പറയണേ, അവിടെ എന്ത് ചെയ്യണം, ഈവൺ ആൻഡ് പ്യൂർ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഫിസിഷ്യൻ വേണം അത് സെലക്ട് ചെയ്യാൻ. ദെൻ ഒബ്ലേഷൻ ഓഫേർഡ് ആൻഡ് ഡിസിപ്പിൾ ഷുഡ് ഈഗർലി ആൻഡ് വിത്ത് ഡ്യൂ റെസ്പെക്ട് ഫോളോ ഫിസിഷ്യൻ. ഇനി പറയണത് എന്താ, അതിനുശേഷം നമ്മൾ അങ്ങനെ സ്ഥലം റെഡി ആയി കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റോടുകൂടിയും ഫിസിഷ്യനെ അനുസരിച്ചുകൊണ്ട് ഡിസിപ്പിൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ഉപായമായിട്ടുള്ള തദ്വിദ്യ സംഭാഷ, ദ ഡിബേറ്റ്സ്. ദ ബിഷക് ബിഷജ സഹ സംഭാഷേതേ, അതാണ് ഫസ്റ്റ് പോയിന്റ് തന്നെ തദ്വിദ്യ സംഭാഷയിൽ പറയുന്നത്. ഓക്കെ, എന്താ ബിഷക് ബിഷജ സഹ സംഭാഷേത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ ഫിസിഷ്യൻ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ഡിസ്കഷൻ വിത്ത് അനദർ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മൾ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കൂട്ടുകാരികളായിട്ട് ഡിസ്കസ് ചെയ്യും. ശരിയല്ലേ, ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിലും അവരും മറ്റു ടീച്ചേഴ്സിൻ്റെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. നമുക്ക് അറിവുള്ളത് നമ്മൾ മറ്റൊരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ആ അറിവ് കുറച്ചുകൂടെ കൂടുന്നതും ആ അറിവ് നമുക്ക് അടിയുറപ്പിക്കാൻ പറ്റത്തുള്ളൂ. അത് പറഞ്ഞ പോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഫിസിഷ്യൻസ് ആയിട്ട് തന്നെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ജ്ഞാനാഭിയോഗ സംഹർഷകരി, ദ പ്രൊമോട്ട്സ് ദ പവർ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ശരിയല്ല, ഇപ്പം നമ്മൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിപ്പം ഇപ്പോൾ കുറേ ഒരു ക്ലിനിക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ആ ക്ലിനിക്കിൽ 2-3 ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഒരു അസുഖത്തിന് ഇന്ന മരുന്ന് കൊടുത്തു എന്ന് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കൊടുത്തു നോക്കിയിട്ടുണ്ട് ആ പേഷ്യൻറ്റിന്, അപ്പോൾ അടുത്ത ആഴ്ച വന്നപ്പോൾ ഓക്കെ ഇന്ന റിസൾട്ട് കിട്ടി എന്നൊക്കെ പറയുക. അപ്പോൾ ഇവരിത് അവിടെയുള്ള മറ്റു ഡോക്ടേഴ്സായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ്, ഓക്കെ അവർക്കും അങ്ങനെ ഒരു ഐഡിയ കിട്ടുകയാണ്, ഓക്കെ ഇങ്ങനെ
ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലേ എന്നുള്ളത്. അപ്പോൾ എന്ത് ഫർദർ അതിൽ നിന്നും കുറച്ചും കൂടെ മോഡിഫിക്കേഷൻസ് വരുത്തിക്കൊണ്ട് അടുത്ത ആൾക്ക് ചിലപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഒരു ഇൻട്രാക്ഷൻ കൊണ്ട് മാത്രമേ നമുക്ക് നോളജ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രൊവോട്ട്സ് ദ പവർ ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദ നോളജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വചനശക്തി ചാതത്തെ. പിന്നെന്തായിരുന്നു? പ്രൊമോട്ട്സ് പവർ ഓഫ് ദി സ്പീച്ച്. ശരിയല്ലേ? നമ്മളിപ്പോൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ പവർ ഓഫ് ദി സ്പീച്ച്, ഇപ്പം നമ്മൾ തീരെ മിണ്ടാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഓപ്പൺ സ്റ്റേജ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ധൈര്യപൂർവ്വം എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു രീതിയാണെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു ഔട്ട്സൈഡ് വേൾഡ്, നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലം വന്നാലും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? യശശ്ച അഭിദീപ്യതി എന്ന് പറഞ്ഞാൽ എന്താ? സ്പ്രെഡ്സ് ഫെയിം. നമുക്ക് കുറച്ചും കൂടെ ഒരു ഫെയിം കിട്ടുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചു കൺവീൻസ് ചെയ്യുന്ന ഒരാളാണ്, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താ, ഓക്കെ, നമ്മളെ പറ്റി ഒരു നല്ല കൺസെപ്റ്റ് അവിടെ ക്രിയേറ്റഡ് ആവുക. ശരിയല്ലേ? എലിമിനേറ്റ്സ് ഡൗട്ട്സ് ആൻഡ് ബ്രിങ് അബൌട്ട് കൺഫർമേഷൻ ഓഫ് വാട്ട് അൺഡൗട്ടഡ്ലി അണ്ടർസ്റ്റുഡ് ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടിരുന്ന് പഠിക്കാന്ന് വിചാരിക്കും. അപ്പം നമുക്ക് ആദ്യമേ ഒരു അസുഖത്തെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡിസീസ് പഠിക്കാനൊക്കെ എടുത്തു നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇന്നിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഓക്കെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ അല്ലാത്തത് അവിടെ ക്ലിയർ ആയി. പക്ഷെ നിങ്ങൾ ചിലതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരുന്നത് നിങ്ങൾക്ക് തിരുത്തി കിട്ടി. അപ്പം എന്താ, നമ്മുടെ നോളജ് കുറച്ചുകൂടെ കൂടുകയും ചെയ്തു, നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയറുമായി. അത് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഓരോരുത്തർക്കും ചിലപ്പോൾ പല രീതിയിലുള്ള ഡൗട്ട് ആയിരിക്കും അല്ലേ, അതെല്ലാം ക്ലിയർ ആയി പോവുകയും ചെയ്യും. അപ്പം തദ്വിധി സംഭാഷണം എന്നുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇന്ററാക്ഷനും അതേപോലെ തന്നെ ശരിക്കുമുള്ള നമ്മുടെ തർക്കം അല്ലെങ്കിൽ ഡിബേറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. തദ്വിദ്യ സംഭാഷണയെ തന്നെ നമുക്ക് എന്തായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സന്ധായ സംഭാഷ, വിഗൃഹ്യ സംഭാഷ. അതിൽ സന്ധായ സംഭാഷ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫ്രണ്ട്ലി ഡിസ്കഷൻ. ആൻഡ് ദ വിഗൃഹ്യ സംഭാഷ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൈൽ ഡിസ്കഷൻ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി അതിൽ തന്നെ സന്ധായ സംഭാഷ എന്താന്ന് നമുക്ക് നോക്കാം. ദ വൺ ഷുഡ് ഹാവ് ഫ്രണ്ട്ലി ഡിസ്കഷൻ വിത്ത് ദ പേഴ്സൺ. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ തന്നെ ടീച്ചേഴ്സ് ഇൻ ബിറ്റ്വീൻ അവർ സംസാരിക്കണോ. ഓക്കെ, ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് അവർ ഫ്രണ്ട്ലി ഡിസ്കഷൻ നടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴുള്ള പോയിന്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ് നോക്കേണ്ടത്. ജ്ഞാന വിജ്ഞാനം വിത്ത് സ്പെസിഫിക് അല്ലെങ്കിൽ വിത്ത് സയന്റിഫിക് നോളജ് ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്കും ഈ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും സയന്റിഫിക് ആയിട്ടുള്ള നോളജ് വേണം. ശരിയല്ലേ? അതേപോലെ തന്നെ വചന പ്രതിവചനം. ഇപ്പൊ നമ്മളൊരു പോയിന്റ് ഡോക്ടർ പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണോ ഡോക്ടറെ, അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം വേണം അവിടെ. ശരിയല്ല? അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണോ ടീച്ചർ, അല്ലെങ്കിൽ അങ്ങനെയാണോ കൂട്ടുകാരോടാണെങ്കിലും ചോദിക്കാൻ, നമ്മൾ പറയുമ്പോൾ തർക്കിക്കുക അല്ലെങ്കിൽ അത് തെറ്റല്ലേ എന്നുള്ള കൗണ്ടർ പോയിന്റ് വരികയെന്ന് ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്തിക്കാൻ വേണ്ടി അവിടെ. ഓക്കെ, പിന്നെ പറഞ്ഞത് എന്താ? ആ കോപനേന ഡു നോട്ട് ഗെറ്റ് ഇറിറ്റേറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവിടേക്ക് പോരുത്. ഓക്കെ, അനസൂയകേന നമ്മൾ സംസാരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് ജലസി അല്ലെങ്കിൽ അസൂയോടുകൂടിയാണ് നമ്മൾ സംസാരിക്കണമെങ്കിൽ കാര്യമില്ല. അപ്പൊ നമ്മൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. ക്ലേശക്ഷമേണ എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ ഇപ്പം കേപ്പബിൾ ഓഫ് ഫേസിങ് ഡിഫിക്കൽട്ടീസ്, കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അതിനെ കേപ്പബിൾ, നമ്മൾ വളരെ നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. പ്രിയ സംഭാഷണ, കുറച്ചും കൂടെ പ്ലസന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. കാരണം നമ്മൾ തർക്കിക്കാൻ പോവല്ലോ, നമ്മൾ എന്താ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാൻ പോവുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. വിഗൃഹ്യ സംഭാഷണം എങ്ങനെയാ? ശ്രുതവിജ്ഞാന ധാരണം എന്ന് പറഞ്ഞാൽ എന്താ? നോളജ് ഓഫ് ദ ടെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഡിബേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഇന്ററാക്ട് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കും, ഇപ്പൊ ഒരു ഡിബേറ്റ് നമ്മൾ പോവുക, ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി നമുക്ക് നല്ല ജ്ഞാനം ഉണ്ടായിരിക്കണം. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ആൾക്കാർ അതിനെപ്പറ്റി എന്തൊക്കെ പറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് പോലും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കണം. വചനശക്തി, നമുക്ക് നല്ല പവർ ഓഫ് സ്പീച്ച് വേണം. ശരിയല്ലേ? ഇപ്പൊ ഒരു ഡിബേറ്റിനൊക്കെ പോയി നമ്മൾ തീരെ സംസാരിക്കാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല. പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. പവർ ഓഫ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിലകൊള്ളാൻ പറ്റണം. അപ്പം നമ്മളൊരു ഡിബേറ്റ് നടക്കുകയാണെങ്കിൽ നമ്മൾ അയാൾ പറഞ്ഞൊരു വേർഡിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഒന്നും ഇല്ലാണ്ടായി പോകാണ്ട് നമുക്ക് അതിനെ അവിടെ നിലകൊണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റണം. പ്രസൻസ് ഓഫ് മൈൻഡ്. ഇപ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇപ്പോൾ ഡീവേറ്റ് ചെയ്തൊക്കെ പോകാം, ഡിബേറ്റ് ഒക്കെ നടക്കുമ്പോൾ. ശരിയല്ല? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് വേണം. അല്ലെങ്കിൽ അവർ പറയുന്നതിനനുസരിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗണ്ടർ പോയിന്റ് പറയാനുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് വേണം. ഓക്കെ, ഇതൊക്കെയാണ് പറയണത്. ഇനി ബാഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് ഇവിടെ വരുന്നത്? ഇറിറ്റേറ്റ്, ലാക്ക് ഓഫ് സ്കിൽ, കോവേർഡ്, കെയർലെസ്നെസ്. ഓക്കെ, അപ്പൊ അവിടെ പറഞ്ഞ എന്തായിരുന്നു? ബാഡ് ക്വാളിറ്റീസ് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ഡിബേറ്റ് ഒക്കെ നടക്കുക, ഓക്കെ, അവിടെ തന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് എന്ന് വെച്ചാൽ ചിലപ്പം എന്താ പറയുക, ഇപ്പോൾ ബോഡി ഷേവിങ്ങോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളോ അല്ലാണ്ട് ചുമ്മാ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ലാക്ക് ഓഫ് സ്കിൽ, പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും ഇല്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മുടെ ചില TV ന്യൂസിലൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക ഡിസ്കഷൻസ് ഒക്കെ കേൾക്കണ പോലെ ചിലപ്പോൾ അതിനകത്ത് സംസാരിക്കണവർ എന്താ സംസാരിക്കണമെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വിവരങ്ങളെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ കാര്യം എന്താ
വിവരം എന്നുള്ളത് പോലെ അറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ കോവേർട്ട് കെയർലെസ്നെസ്, ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ടൊക്കെ പോയിന്റ് പറയുന്നത്. അങ്ങനെ ദ വൺ ഷുഡ് അഡാപ്റ്റ് ടു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ഹിംസെൽഫ് ആൻഡ് ഹിസ് ഒപ്പോണന്റ് ഇൻ റെസ്പെക്ട് ഓഫ് ദീസ് ക്വാളിറ്റീസ് ആൻഡ് ദെൻ എൻറ്റർ ഇൻ ടു ഡിസ്കഷൻ. ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു ഡിബേറ്റ് ആയിക്കോട്ടെ, ഫ്രണ്ട്ലി ഡിസ്കഷൻ എന്നുള്ളതിൽ അത്ര അക്സെപ്റ്റബിൾ അല്ല. കാരണം നമ്മളിപ്പോൾ നമുക്ക് അറിയുമോ എന്നുള്ളൊരു കാര്യം അവിടെ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പം നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കത് അറിഞ്ഞോളണം എന്നില്ല, അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും. ശരിയല്ലേ? അങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തോരം നോളജ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഒപ്പോണന്റിന് എന്തുമാത്രം ഉണ്ട്, അപ്പം അയാളെക്കാൾ എത്രത്തോളം ഞാൻ അറ്റൈൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു ഡിബേറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ എന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മളിവിടെ ത്രിവിധ ഉപായങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അധ്യയനം, അധ്യാപനം, തദ്വിദ്യ, സംഭാഷണം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് എടുത്ത് ചോദിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് 3 മാർക്കിനൊക്കെ നമുക്ക് എഴുതാം. അതല്ല 5 മാർക്കിനാണെങ്കിൽ ഇത് 3 കുറച്ചുകൂടെ പോയിന്റ്സ് ചുരുക്കിയിട്ട് എഴുതാം. 10 മാർക്കിനാണെങ്കിൽ ഇതെല്ലാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ.